അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ജെഇ ആൻഡ് നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൈം ടേബിൾ ആയിട്ടാണ്. സ്റ്റഡി ടൈം ടേബിൾ, അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി പ്ലാനും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൽ എത്ര ഹവേഴ്സ് സ്റ്റഡി ഉണ്ടെന്ന് നോക്കാം. ഏകദേശം 14 ഹവേഴ്സ് സ്റ്റഡിയും റിവിഷനും കൂടി ഉണ്ട്. പിന്നെ ബ്രേക്കിനായിട്ട് 4 ഹവേഴ്സ് ഉണ്ട്, സ്ലീപ്പിന് 6 ഹവേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ടൈം ടേബിളിലേക്ക് കിടക്കാം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്: 5 മണിക്ക് വേക്കപ്പ്, 11 മണിക്ക് സ്ലീപ്പുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. 6 മണിക്കൂർ ഉറക്കം എന്തായാലും വേണം. അപ്പോൾ ഇതിപ്പോൾ നൈറ്റിലിരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഈ 11 മണി എന്നുള്ള 12 മണിയൊക്കെ, ഇവിടെ 5 മണി എന്നുള്ള 6 മണിയൊക്കെ വേക്കപ്പ് ഉള്ളത്. അല്ലെങ്കിൽ 11 മണി എന്നുള്ളത് 1 മണിയാക്കുക, ഈ 5 മണി എന്നുള്ളത് 7 മണിയാക്കുക. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നല്ലൊരു ടൈം ടേബിളാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ 5 മണി മുതൽ 7 മണി വരെ ഉള്ളതിൽ റിവിഷനാണ് പ്രിഫർ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് പഠിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ രാവിലെ എണീറ്റ് റിവൈസ് ചെയ്യുമ്പോൾ നല്ല മനസ്സിലാവും. അതായത് എഫക്റ്റീവ് റിവിഷൻ. അതായത് നമുക്കിത് ഇങ്ങനത്തെ സ്റ്റഡി എന്താ പറയുക, ഇങ്ങനത്തെ റൈറ്റിംഗ് ടാബ്ലറ്റിലൊക്കെ എഴുതി പഠിക്കുക. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ റിവൈസ് ചെയ്യുക. ഈ 2 മണിക്കൂർ റിവിഷന് മാത്രമുള്ളതാണ്. പിന്നെ സ്ലോട്ടായിട്ടാണ് തിരിച്ച് 4 സ്ലോട്ടുകളുണ്ട്. ഓരോ സ്ലോട്ടുകളിലും 1 മണിക്കൂർ വെച്ചിട്ടുള്ള ബ്രേക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഈ 7 മണി മുതൽ 11 മണി വരെ 4 മണിക്കൂറിൻ്റെ ഒരു ഇതാണ് സ്ലോട്ട്. അതിലൊരു 1 മണിക്കൂർ എടുക്കുക. എല്ലാത്തിലും ഓരോ മണിക്കൂർ വെച്ചിട്ട് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്, പറഞ്ഞുതരാം. 7 മണി മുതൽ 11 മണി വരെ, രാവിലെ 7 മണി മുതൽ 11 മണി വരെ ഒരു ഹാർഡായിട്ടുള്ള, അവിടെ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് നല്ല മനസ്സിലാവും. അപ്പോൾ നമുക്ക് അധികം ഉറക്കമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ല മനസ്സിലാവും. അതിൽ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക. 7 മണി മുതൽ 8 മണി വരെ, അതിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ 7 മണി മുതൽ 7:30 വരെ എടുക്കുക. പിന്നെ 9 മണി മുതൽ 9:30 വരെ അങ്ങനെയൊക്കെ എടുക്കുക ഒരു ബ്രേക്ക്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എടുക്കുക. പിന്നെ സ്ലോട്ട് 2 എന്ന് പറയുന്നത് 11 മണി മുതൽ 3 മണി വരെയാണ്. അതിലും 1 ഹവർ ബ്രേക്ക് ഉണ്ട്. എല്ലാത്തിലും 1 ഹവർ ബ്രേക്ക് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ നോക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ ബ്രേക്കിൽ ഒരു 45 മിനിറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി, ഫുഡ് കഴിച്ചാൽ കുറച്ചൊക്കെ ഉറക്കത്തിൻ്റെ ഇതുണ്ടാവും. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ നോക്കുക. പിന്നെ സ്ലോട്ട് 3 എന്ന് പറഞ്ഞത് 3 PM മുതൽ 7 PM വരെയാണ്. അവിടെയും 1 ഹവർ ബ്രേക്ക് ഉണ്ട്. അവിടെ PYQs മാക്സിമം ചെയ്യാൻ നോക്കുക. DPPs, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാണ് നല്ലത്, അങ്ങനെയാണ് നല്ലത്. പിന്നെ സ്ലോട്ട് 4 പറയുകയാണെങ്കിൽ 7 മണി മുതൽ 11 മണി വരെയാണ്. അവിടെ 1 ഹവർ ബ്രേക്ക് ഉണ്ട്. മീഡിയം ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതാണോ ഒരു മീഡിയം ലെവലിൽ തോന്നുന്നത് അത് പഠിക്കുക. പിന്നെ 11 മണിക്ക് കറക്റ്റ് ഉറങ്ങുക. 6 മണിക്കൂർ ഉറക്കം എന്തായാലും വേണമെന്നാണ് പറയുന്നത്. 7 മണിക്കൂറൊക്കെ വേണം, പക്ഷേ നമ്മൾ ജെഇ നീറ്റ് പഠിക്കുന്നവർക്കൊക്കെ 6 മണിക്കൂറൊക്കെ മതി. പിന്നെ ഇവിടെ കാണുന്നുണ്ട്, ഇത് കാണിച്ചാണ് ആദ്യം തന്നെ. ടോട്ടൽ 24 ഹവേഴ്സ് ഉണ്ട്. അതിൽ 6 മണിക്കൂർ ഉറക്കം, 4 മണിക്കൂർ ഫുള്ളായിട്ട് 4 മണിക്കൂർ ബ്രേക്സ് ഉണ്ട്. അതാകുമ്പോൾ നല്ല അത്യാവശ്യം ബ്രേക്ക് ഉണ്ട്. അത്യാവശ്യം ഇല്ലയെന്ന് തോന്നില്ല. നമുക്ക് ഓരോ സ്ലോട്ടിലും ബ്രേക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡിക്ക് 12 ഹവേഴ്സാണ്, റിവിഷന് 2 ഹവേഴ്സും. ഈ ടോട്ടൽ 14 ഹവേഴ്സും. പക്ഷെ നമ്മൾ അങ്ങനെ റിവിഷൻ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നു. അതിനോണ്ട് എല്ലാ സൺഡേസും റിവിഷനും PYQസിനും മാത്രമായിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൺഡേസിൽ ഇതുവരെ ഒരാഴ്ച തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പഠിച്ചത് ഞായറാഴ്ച ഒറ്റയടിക്ക് റിവൈസ് ചെയ്യുക. അന്ന് റിവിഷനായിട്ട് മാത്രം എടുക്കാനാണ് മാക്സിമം ഞാൻ പറയുന്നത്. പഠിക്കാൻ ഉണ്ടെങ്കിൽ റിവിഷൻ ഒന്നും എല്ലാം ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് എടുക്കണ്ട, അന്ന് പിന്നെ പഠിക്കാനൊക്കെ എടുക്കുക. ഒന്നും റിവിഷൻ ചെയ്തൊക്കെ മറന്നു പോകുന്നതാണെങ്കിൽ അന്ന് റിവിഷനായിട്ട് മാത്രം എടുക്കുക. പിന്നെ PYQസും ചെയ്യുക. അതിന് മാത്രമാണ് സൺഡേ എന്ന് ഉപയോഗിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതേമാതിരത്തെ ടൈം ടേബിൾ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു സ്റ്റഡി ടൈം ടേബിളിൻ്റെ ജെഇക്ക് നീറ്റിനുള്ള ആസ്പിറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.